റേഷൻ വ്യാപാരികളും മന്ത്രിമാരും നടത്തിയ ചർച്ച പരാജയം. വേതന പാക്കേജ് ചർച്ചയായില്ല. അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വേതന പാക്കേജിൽ ഇപ്പോൾ ചർച്ച നടത്താനാകില്ലെന്ന് ധനമന്ത്രി പറയുന്നു. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഒരുപക്ഷെ ഇതിലും ഈ ഒരു ചർച്ചയിലും ഒരു തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഇനിയുള്ള നിലപാട് എന്താണ് വ്യാപാരികൾക്കുള്ളത്? വിഷ്ണു, ഇന്ന് രാവിലെ തന്നെ നമ്മൾ കൃത്യമായി വ്യാപാരികളുടെ നിലപാട് അറിയിച്ചതാണ്. അതായത് ഇന്നത്തെ ചർച്ചയിൽ കൂടി ഈ വേതന പാക്കേജിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായില്ലെങ്കിൽ, അതായത് രേഖാമൂലം വേതന പാക്കേജ് വർധനവ് എന്നുള്ള ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു റേഷൻ വ്യാപാരികളുടെ നിലപാട്. ഇന്നത്തെ ചർച്ചയിലും ഈ പറയുന്ന വേതന വർധനവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തീരുമാനവും ഉണ്ടായില്ല. അത്തരമൊരു ചർച്ചയെ നടത്താൻ ധനമന്ത്രി അനുവദിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ധനമന്ത്രി ഈ ആവശ്യം ന്യായമാണ് എന്നൊക്കെ ധനമന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ നിലവിലത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് നിലവിൽ ഒരു വേതന പാക്കേജ് വർധനവ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൽ വേതന പാക്കേജ് അടക്കമുള്ള കാര്യങ്ങളിൽ റേഷൻ വ്യാപാരികളുടെ മറ്റാവശ്യങ്ങളിലും ചർച്ച പിന്നീടാകാം എന്നുള്ളത് ചർച്ചയിൽ പങ്കെടുത്ത രണ്ട് മന്ത്രിമാരും, ധനമന്ത്രി KN ബാലഗോപാലും ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലും നിലപാട് സ്വീകരിച്ചു. അതോടെ ചർച്ച അലസിപ്പിരിക്കുകയായിരുന്നു. കാരണം കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്. 2018 മുതൽ ഈ വേതന പാക്കേജ് പരിഷ്കരണം എന്ന ആവശ്യം റേഷൻ വ്യാപാരികൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പോലും റേഷൻ വ്യാപാരികളുടെ പാക്കേജ് വർധനവ് നടത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിയതാണ്. അതുപോലും പാലിക്കാതെ സർക്കാർ മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് ചില സൂചനാ സമരങ്ങളൊക്കെ നടത്തിയിരുന്ന റേഷൻ വ്യാപാരികൾ പൂർണ്ണമായും ഒരു കടയടപ്പ് സമരത്തിലേക്ക് പോകുന്നത്. നേരത്തെയും ഇത്തരം സമരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അപ്പോഴും സർക്കാർ നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് വ്യാപാരികൾ അത്തരമൊരു പൂർണ്ണമായും റേഷൻ വിതരണം സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകാഞ്ഞത്. പക്ഷേ ഇപ്പോൾ വീണ്ടും നടന്ന ചർച്ചകളിലും സർക്കാരിൻ്റെ ഉറപ്പുകളിലും ഒന്നും ഒരു കാര്യവുമില്ലാതായി മാറി. ഇപ്പോൾ അവസാനമായി നടന്ന ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു. ചർച്ച അലസിപ്പിരിഞ്ഞതോടെയാണ് ഇനി എന്തായാലും സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന നിലയിലേക്ക് കൂടി തൊഴിലാളികൾ ഉറച്ചു പോകുന്നത്, വ്യാപാരികൾ ഉറച്ചു നിൽക്കുന്നത്. അവരെന്തായാലും 27-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് സംസ്ഥാനത്തെ ഏതാണ്ട് 14,000-ഓളം വരുന്ന റേഷൻ കടകൾ അടച്ചിടുമെന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടെ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ സംസ്ഥാനത്തെ റേഷൻ വിതരണം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം ഈ വാതിൽപ്പടി വിതരണക്കാരായ ട്രാൻസ്പോർട്ടിംഗ് വാഹനങ്ങളുടെയൊക്കെ ഉടമകളും മറ്റും ഇപ്പോൾ സമരത്തിലാണ്. അവർ കൃത്യമായി ഈ വാതിൽപ്പടി വിതരണം നടത്തുന്നില്ല. ജനുവരി 1 മുതൽ അവർ സമരത്തിൽ തുടരുന്നു. അതോടെ റേഷൻ വിതരണം, ഈ സ്ഥാപനങ്ങൾ റേഷൻ കടകളിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്നതിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പലയിടത്തും സാധനങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് 27-ാം തീയതി മുതൽ പൂർണ്ണമായും റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു സമരം കൂടി വരുന്നത്. 27 മുതൽ 31 വരെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ സമരങ്ങളും റേഷൻ വ്യാപാരികൾ പദ്ധതിയിടുന്നുണ്ട്. അതോടൊപ്പമാണ് ഇനിയൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ റേഷൻ കടകൾ അടച്ചിടുമെന്നുള്ളൊരു പ്രഖ്യാപനത്തിലൂടെ അവർ പോയിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, 31-ാം തീയതി ഈ സർക്കാർ ഏതാണ്ട് 6,20,00,000 രൂപ നൽകാനുണ്ടെന്നുള്ള കാരണത്തിൽ 9 മാസമായി കുടിശ്ശിക വരുത്തിയെന്ന കാരണത്തിൽ ഇ-പോസ് മെഷീനുകൾക്ക് സർവീസ് നൽകുന്ന വിഷൻ ടെക് എന്ന സ്ഥാപനം 31-ന് ശേഷം ജനുവരി 31-ന് ശേഷം തങ്ങൾ സർവീസ് നൽകില്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് ഇ-പോസ് മെഷീനുകളുടെ തകരാറുകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അത്തരം സർവീസുകളും മെയിൻ്റനൻസും ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു നിലപാട് ആ സ്ഥാപനം കൂടി സ്വീകരിക്കുന്നതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം സമ്പൂർണ്ണമായി തകരാറിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലെത്തും. അങ്ങനെയെങ്കിൽ റേഷൻ വിതരണം പൂർണ്ണമായി സ്തംഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ചർച്ച നടത്തി ഈ പറയുന്ന റേഷൻ വ്യാപാരികളെയൊക്കെ ഒന്ന് അനുനയിപ്പിച്ച്, അതോടൊപ്പം തന്നെ ഈ ട്രാൻസ്പോർട്ടിംഗ് തൊഴിലാളികളെയും ഈ വാതിൽപ്പടി വിതരണക്കാരെയും ഒക്കെ ഒന്ന് അനുനയിപ്പിച്ച് റേഷൻ വിതരണം പുനഃസ്ഥാപിക്കാൻ സർക്കാർ ശ്രമം നടത്തിയാലും അതിന് ഇ-പോസ് മെഷീൻ എന്ന് പറയുന്ന സംവിധാനം പൂർണ്ണമായി പ്രവർത്തിക്കാത്ത സ്ഥിതി കൂടി വരികയാണെങ്കിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണ സ്തംഭനാവസ്ഥയിലേക്ക് പോകുമെന്നുള്ള സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വിഷ്ണു.